ഭൂമിയിൽ നിന്നും 1347 പ്രകാശവർഷത്തോളം അകലെയായി ഒറീഹ നക്ഷത്ര സമൂഹത്തിലുള്ള ഏകദേശം സൂര്യന് തുല്യമായ ഒരു നക്ഷത്രമാണ് വസബ് 12. പ്രപഞ്ചത്തിൽ കണ്ടുവരുന്ന ഒരു സാധാരണ നക്ഷത്രമായിരിക്കാം വസബ് 12 എന്ന് കരുതി വീഴുമ്പോഴാണ് ആ നക്ഷത്രത്തിന്റെ പ്രകാശത്തിൽ ചെറിയ മങ്ങൽ സംഭവിക്കുന്നുണ്ട് എന്ന് ഗവേഷകർ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ മങ്ങലിന്റെ രഹസ്യം അന്വേഷിച്ചു പോയ ഗവേഷകർക്ക് വസബ് 12 വളരെ വലിയൊരു ഗ്രഹത്തെ കണ്ടെത്തുകയുണ്ടായി. വസബ് 12 നമ്മുടെ പ്രപഞ്ചത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് വളരെയധികം വിചിത്രമായ ഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു. അതോടൊപ്പം തന്നെ നാച്ചുറലായ ഒരു ഗ്രഹത്തിന്റെ അന്ത്യം എന്നത് ആ ഗ്രഹത്തിന്റെ തന്നെ മാതൃനക്ഷത്രത്തിൽ വീണിട്ടായിരിക്കാമെന്ന തിയറിയെ കൂടുതൽ ശരിവയ്ക്കുന്ന രീതിയിലായിരുന്നു ആ ഗ്രഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയുണ്ടായിരുന്നത്. കാരണം ഈ ഗ്രഹം അതിന്റെ മാതൃനക്ഷത്രത്തിന്റെ വളരെ അടുത്തായിരുന്നു നിലനിന്നിരുന്നത്. അതായത് ഏകദേശം 3 മില്യൺ കിലോമീറ്റർ അകലത്തു നിന്നുമായി. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും അടുത്തുള്ള മെർക്കുറിയും സൂര്യനും തമ്മിലുള്ള അകലം എന്നത് ഏകദേശം 67 മില്യൺ കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ 3 മില്യൺ കിലോമീറ്റർ എന്നത് എത്രമാത്രം അടുത്തായിരിക്കും? ഇത്രമാത്രം അടുത്തായതുകൊണ്ട് തന്നെ ഈ ഗ്രഹം ഒരു ടൈഡലി ലോക്ക്ഡ് ഗ്രഹമാണ്. അതിനാൽ വസബ് 12 ഒരു ഭാഗം സദാ നക്ഷത്രത്തോട് അഭിമുഖമായും മറുഭാഗം സദാ അന്ധകാരത്തിലുമായിരിക്കും. അതുകൊണ്ട് തന്നെ നക്ഷത്രത്തോട് അഭിമുഖമായി നിൽക്കുന്ന ഭാഗത്തിന്റെ താപനില എന്നത് ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാകാമെന്നും കരുതപ്പെടുന്നുണ്ട്. വസബ് 12 ഒരു വാതക ഭീമൻ ഗ്രഹമാണ്. നമ്മുടെ വ്യാഴത്തെക്കാളൊക്കെ വലിപ്പവും ഇതിനുണ്ട്. ഇനിയും ചില വർഷങ്ങൾ കൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ഗ്രഹം പ്രപഞ്ചത്തിൽ നിന്നും ഇല്ലാതായി പോകും. കാരണം വസബ് 12 ഇപ്പോഴത്തെ അവസ്ഥ എന്നത് അതിന്റെ മാതൃനക്ഷത്രത്തിന്റെ ഗ്രാവിറ്റിയുടെ സ്വാധീനം മൂലം വസബ് 12 സ്വയം വലിച്ചു നീട്ടപ്പെടുകയും ഫലമായി അതിന്റെ ആകൃതി വൃത്താകൃതിയിൽ നിന്നും ഒരു മുട്ടയുടെ ആകൃതിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ഗ്രഹത്തിന്റെ വാതകങ്ങളും മറ്റ് ഘടകങ്ങളെല്ലാം പ്രപഞ്ചത്തിൽ ലയിച്ചുകൊണ്ടിരിക്കുകയും ഈ പ്രോസസ് തുടരുന്നത് മൂലം വസബ് 12 വാൽ നക്ഷത്രങ്ങളെ പോലെ തന്നെ വാലുള്ളൊരവസ്ഥയിലുമാണ് ഇപ്പോഴുള്ളത്.